ആതിരയും അപ്പുവും വീട്ടിൽ തനിച്ചായിരുന്നു. പുറത്ത് മഴ ചാറുന്നുണ്ട്. ടിവിയിൽ കാർട്ടൂൺ വെച്ച് അവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അയ്യോ! അപ്പു പേടിച്ച് ആതിരയുടെ കയ്യിൽ പിടിച്ചു. ആതിര ഫോണിലെ ടോർച്ച് തെളിയിച്ചു. മങ്ങിയ വെളിച്ചത്തിൽ മുറിയിൽ ഒരു നിഴൽ അനങ്ങുന്നതുപോലെ അവർക്ക് തോന്നി. അതാരാണ്? അപ്പു പതിയെ ചോദിച്ചു. അത് നമ്മുടെ നിഴലായിരിക്കും, ആതിര പറഞ്ഞു. പക്ഷേ അവളുടെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് ഒരു പാത്രം താഴെ വീഴുന്ന ശബ്ദം കേട്ടു. അമ്മ വന്നോ? അപ്പു ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, അമ്മയ്ക്ക് വരാൻ സമയമായിട്ടില്ലല്ലോ, ആതിര പറഞ്ഞു. അവർ പരസ്പരം നോക്കി. വാതിൽക്കൽ ഒരു രൂപം കണ്ടു. ഇരുട്ടിൽ അതിന്റെ കണ്ണുകൾ മാത്രം തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു തണുത്ത ചിരി അവരുടെ ചെവിയിൽ മുഴങ്ങി. നിങ്ങൾ ഒറ്റയ്ക്കാണോ? ആ ശബ്ദം മുറിയിൽ മുഴങ്ങി. അപ്പു പേടിച്ച് കരയാൻ തുടങ്ങി. ആതിര അവനെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ രൂപം പതിയെ അവരുടെ അടുത്തേക്ക് നീങ്ങിവന്നു. ജനലിലൂടെ ഒരു മിന്നൽ വെളിച്ചം പാഞ്ഞപ്പോൾ അവർ ആ രൂപം വ്യക്തമായി കണ്ടു. അത് മുത്തശ്ശി പറഞ്ഞിരുന്ന പ്രേതമായിരുന്നു. പിന്നെ എല്ലാം നിശബ്ദമായി.